എല്ലാവർക്കും നമസ്കാരം. റോവർ ഫുഡി ക്ലബിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുട്ട ബിരിയാണി ആയിട്ടാണ്. ഇത് നമ്മൾ പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാലോ അല്ലെങ്കിൽ നമ്മളെല്ലാ ദിവസവും ചോറും കറിയൊക്കെ കഴിച്ച് നമുക്ക് മടുത്തിരിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന, കുക്കറിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു മുട്ട ബിരിയാണി ആയിട്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ മതി ഇതിന്, വളരെ കുറച്ച് സാധനങ്ങൾ. അപ്പോൾ നമുക്ക് വേഗത്തിൽ മുട്ട ബിരിയാണി റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ തീ കത്തിച്ചിട്ട് ആദ്യം കുറച്ച് നെയ്യും എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കുക്കർ ചൂടായിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ആദ്യം ഒഴിക്കുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാട്ടോ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ ഏത് എണ്ണയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇങ്ങനത്തെ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 4 ഗ്രാമ്പൂ, നമ്മുടെ ബേ ലീവ്സ് 2 എണ്ണം, ഒരു 2 ഏലക്ക, ഒരു 2 കഷ്ണം പട്ട, ഇത്രയേ ഉള്ളൂ. ഇതിലേക്ക് ഇനി നമുക്ക് വേണ്ട മസാലക്കൂട്ട് നമ്മൾ ചേർക്കുക. ഇത് ഞാൻ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 ചുവന്നുള്ളി, പിന്നെ ഒരു ഉണ്ട വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി ഒരു വിരലിൻ്റെ നീളത്തിലുള്ള ഒരു കഷ്ണം, പച്ചമുളക് 4 എണ്ണം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തേക്കുവാണ്. നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് ശരിക്കും അരച്ച് പേസ്റ്റ് ആക്കണ്ട, നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇപ്പം നമ്മുടെ ഉള്ളിയും ഇഞ്ചിയൊക്കെയുള്ള മിക്സ് ഒന്ന് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുക. ഞാൻ എടുത്തിരിക്കുന്ന 2 മുഴുത്ത സവോളയാണ്, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. അത് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. സവോള നന്നായിട്ട് വഴന്ന് അലിന്ന് വരണം നമുക്ക്. കാരണം നമ്മൾ ബിരിയാണിയുടെ കൂടെ കഴിക്കുമ്പോൾ ഒത്തിരി കടിക്കാൻ കിട്ടരുത്. അപ്പോൾ നന്നായിട്ട് ഇവിടെ നിന്ന് വഴട്ടെ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ സവോള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒരു സ്പൂൺ എണ്ണയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. സവോള ഒന്ന് നന്നായിട്ട് വഴനായിട്ട്, എണ്ണ കുറവാന്ന് തോന്നിയതുകൊണ്ട്. അപ്പോൾ നമുക്കിനി അത് നന്നായിട്ട് ഒന്ന് വഴന്ന് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ സവോള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ബിരിയാണി മസാല, ഇത്ര നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ബിരിയാണി മസാല ഇല്ലാത്തവർക്ക് ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്താലും മതി. അതിന് പകരം നമുക്ക് ആ ഒരു ബിരിയാണിയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിരിയാണി മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ മസാലകളെല്ലാം കൂടെ ആഡ് ചെയ്ത് നമുക്ക് പച്ചമണം മാറുന്ന വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ മസാലകളുടെ എല്ലാം പച്ചമണം ഒന്ന് മാറി. ഇനി ഇതിലേക്ക് നമുക്ക് 2 തക്കാളി ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനൊരു മീഡിയം സൈസ് നന്നായിട്ട് പഴുത്ത തക്കാളി എടുത്തിരിക്കുന്നത്, ചെറുതായിട്ട് അരിഞ്ഞത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി തക്കാളിയും സവോളയും ഈ മിക്സ് എല്ലാം കൂടെ നന്നായിട്ട് വഴണം. തക്കാളി നന്നായിട്ട് വഴന്ന് അലിഞ്ഞു ചേരുന്ന ഒരു പരുവത്തിലേക്ക് നമുക്കിതിനെ മാറ്റിയെടുക്കാം. അപ്പം നമ്മുടെ തക്കാളി നന്നായിട്ട് വഴന്ന് നല്ലൊരു പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ നല്ല പുളിയുള്ള തൈരാണ് എടുത്തേക്കുന്നത്, അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ പുളിയില്ലാത്ത തൈരാണ് എടുക്കുന്നതെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ 2 ടേബിൾ സ്പൂൺ തൈര് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട്, കട്ടയുള്ള തൈരാണെങ്കിൽ നന്നായിട്ടൊന്ന് ഫോർക്ക് വെച്ച് നന്നായിട്ട് കട്ട ഉടച്ചിട്ട് വേണം നമ്മൾ തൈര് ആഡ് ചെയ്ത് കൊടുക്കാൻ. നമ്മുടെ ഈ മിക്സിലേക്ക് ഞാൻ ഒരു കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇപ്പം നമുക്കിനി ഇതിലേക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ മുട്ട ഒന്ന് പുഴുങ്ങി വരഞ്ഞ് എടുത്തിട്ടുണ്ട്. കാരണം ഈ മസാലയൊക്കെ നമുക്ക് മുട്ടയുടെ അകത്തോട്ടൊന്ന് കിട്ടണമല്ലോ. അപ്പോൾ ഞാനത് വരഞ്ഞ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ മുട്ട ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മുട്ട നമ്മളിതിലേക്ക് ആഡ് ചെയ്തു. ഇനി അടുത്ത് നമുക്ക് ബസ്മതി റൈസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 കപ്പ് അരി എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി കുതിർക്കാൻ വെച്ചു. 1/2 മണിക്കൂർ കുതിർക്കാൻ വെച്ചത് ഞാൻ ഊറ്റിയെടുത്തതാണ്. ഇനി നമുക്ക് ഈ അരി ഒന്ന് ആഡ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഈ മിക്സുമായിട്ട് യോജിപ്പിച്ചെടുക്കാം.
അപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ സാധാ നോർമൽ വാട്ടറാണ് ഒഴിക്കുന്നത്, തിളപ്പിച്ചിട്ടൊന്നുമില്ല. അപ്പം 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് അളവിലാണ് ഞാൻ വെള്ളം എടുത്തിരിക്കുന്നത്. അപ്പം മൊത്തം 3 കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ സൈഡിലുള്ള നമ്മുടെ അരപ്പും അരിയൊക്കെ ഒന്ന് നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് നമുക്ക് വേവിക്കുന്നതിന് മുമ്പ് നമുക്ക് ഉപ്പ് നോക്കണം. ഇപ്പം നമ്മളെപ്പോഴും ഉപ്പ് നോക്കുമ്പോൾ, നമ്മൾ വെള്ളം നോക്കുമ്പം കുറച്ച് ഉപ്പ് കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യണം. എന്നാലേ നമ്മൾ ചോറ് വെന്ത് വരുമ്പോൾ ആ ഉപ്പ് കറക്റ്റായിട്ടിരിക്കുള്ളൂ. അപ്പം നമ്മളെല്ലാം മിക്സ് ചെയ്ത് വെച്ച് നമുക്ക് കുക്കർ അടച്ച് വെക്കാം. ഞാനിപ്പോൾ വിസിൽ വെക്കുന്നില്ല. ഇതിൽ ജസ്റ്റ് ഒന്ന് ആവി വന്നു കഴിയുമ്പം മീഡിയം ഫ്ലെയിമിലേക്ക് തീയിട്ടിട്ട് ഒരൊറ്റ വിസിൽ, അപ്പം നമുക്ക് നമ്മുടെ ബിരിയാണി റെഡിയായി കിട്ടും. നമ്മൾ കുക്കർ അടയ്ക്കുകയാണ്. അപ്പം നമുക്കൊരു ചെറിയൊരു ആവി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. കുക്കറിൽ നിന്ന് ആവി വന്നു. അപ്പം ഞാൻ വെയിറ്റ് വെച്ചിട്ടുണ്ട്. ഇനി ഒരു വിസിലടിക്കുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ബിരിയാണി റെഡിയാവും. അപ്പം നമുക്ക് വിസിലൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം. നമ്മുടെ കുക്കർ ഒരു വിസിലടിച്ച് ഞാനത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ എയർ ഫുള്ള് പോകട്ടെ, എന്നിട്ട് നമുക്ക് തുറന്നു നോക്കാം നമ്മുടെ ബിരിയാണി എങ്ങനെ റെഡി ആയിട്ടുണ്ടെന്ന്. അപ്പം നമ്മുടെ എയർ എല്ലാം പോയിട്ടുണ്ട്. അപ്പം നമുക്ക് കുക്കർ തുറന്നു നോക്കാം നമ്മുടെ ബിരിയാണി വെന്തോന്ന്. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഇച്ചിരി പരിപാടികളും കൂടെ ഉണ്ട്. നമുക്കൊരു ഹോട്ട് പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിനൊരു ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സവോള, കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തെടുക്കും. നമ്മുടെ ബിരിയാണിയിലേക്ക് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് വറുത്ത് കോരാം. ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇത് വറുത്ത് കോരാൻ ആവശ്യത്തിന്. ഞാനിവിടെ 2 സവോള നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് വറുത്ത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി എടുക്കാനായിട്ട് നമുക്കിത് വറുത്തെടുക്കാം. അപ്പം നമ്മുടെ ബിരിയാണിയൊക്കെ റെഡിയായി. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കണം. അതുപോലെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും സവോള വറുത്തതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. നല്ലൊരു മണത്തിനും നല്ലൊരു രുചിക്കും വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയ മുട്ട ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് കുക്കറിൽ ചെയ്തെടുക്കാവുന്ന ഒരു ബിരിയാണിയാണിത്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിലും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഷെയർ ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങളോടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.